വണ്ടികൾക്ക് പവർ കൂടുതലായിരിക്കും, പവർ കുറഞ്ഞ വണ്ടികൾക്ക് പവർ കുറവായിരിക്കും. വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ ഇന്ന് ഒരു പഴയ വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഓഫ് റോഡിൽ തന്നെ രാജാവായിട്ടുള്ള വില്ലീസ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വരവ്. ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ വില്ലീസ്. ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധകാലം മുതൽ തന്നെ തുടങ്ങേണ്ടി വരും. യുദ്ധങ്ങളിൽ US ആർമി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് വില്ലീസ്. അതുകൊണ്ട് തന്നെ US ആർമി ട്രക്ക് എന്നൊരു പേരും ഈ മുതലിനുണ്ട്. 1941 മുതലാണ് വില്ലീസ് ജീപ്പിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. പോർക്കളത്തിൽ വളരെയധികം മികവ് കാട്ടിയതുകൊണ്ട് തന്നെ ഈ വണ്ടി വളരെയധികം ജനപ്രീതി നേടി. പിന്നീട് ഒരുപാട് വണ്ടികൾ സിവിലിയൻസിന് വേണ്ടിയിട്ടും കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന വണ്ടി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഈ വണ്ടിയുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ 58 മോഡൽ വില്ലീസ് ജീപ്പ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഡ്രൈവിങ് വരുന്നത്. സാധാരണ നമ്മൾ റൈറ്റിലാണല്ലോ വണ്ടി കാണാറ്, അത് വ്യത്യസ്തമായിട്ട് ലെഫ്റ്റിലേക്കാണ് ഇതിൻ്റെ സ്റ്റിയറിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് വണ്ടി. അപ്പോൾ അത് മിലിറ്ററിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. 58 മോഡലാണ്. അവിടെ മിലിറ്ററിയിൽ 15 കൊല്ലത്തെ വിശിഷ്ട സേവനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ 73 രജിസ്റ്റർ ചെയ്തിട്ട് സിവിലിയൻ വണ്ടിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. ഒറിജിനൽ വില്ലീസിൻ്റെ CJ3V എന്നുള്ള മോഡൽ ശരിക്കും ആ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ സ്പെക്കിനകത്തേക്ക് ആക്കിയിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ നമ്മൾ ടയറൊക്കെ കണ്ടില്ലേ, പഴയ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനത്തെ വണ്ടിക്ക് ഈ ഒരു ടയറൊക്കെ സൈഡിൽ, അതായത് സ്റ്റെപ്പിനി ടയർ സൈഡിൽ കൊടുത്തിട്ട്, അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഇത് നോക്കി ഈ ഓപ്പണാക്കി വെക്കണത്, ആ ഒരു ഡോറ് ചെയിനൊക്കെ ഇട്ടിട്ട് ഓപ്പണാക്കി വെക്കുന്ന ടൈപ്പിൽ ആ ഒരു പഴയ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ കാണാറില്ല കേട്ടോ. റോഡിൽ നമുക്ക് വളരെ ദുർലഭമാണ് ഇങ്ങനത്തെ വണ്ടികൾ കാണുന്നു. സാധാരണ മഹീന്ദ്ര ജീപ്പ് മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് അതല്ല. കാരണം നമ്മളതിനൊക്കെ സുഖമായിട്ട് താങ്ങണ തരത്തിലാണ് ഇതിൻ്റെ ഡോറുള്ളത്. അതായത് ഒരു സ്റ്റെപ്പിന് ടയർ പോലും വെക്കാൻ പറ്റാത്ത വണ്ടികളാണ് ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഇതിൻ്റെ പവർ കണ്ടില്ല. ഈ റിം കണ്ടില്ലേ, സാധാരണ നമ്മുടെ നോർമൽ വണ്ടിയുടെ റിമ്മല്ല ഇത് വരുന്നത്. ഇത് ആർമി ഡിസ്ക് എന്ന് പറയും. അതായത് ഒറിജിനൽ ആർമിയിൽ യൂസ് ചെയ്ത വേണ്ടിയിട്ടുള്ള ഡിസ്കാണ്. ഓഫ് റോഡിങ് ആണല്ലോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്കാണ് ഈ സംഗതി. ആ ഒരു പഴയ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ള സൈഡ് മിററും ഗ്ലാസ്സും എല്ലാം നമുക്ക് ഇവിടെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ 4 വീലിൻ്റെ മാറ്റാനുള്ള കുട്ടി ലിവർ. ഇത് എടുത്തു വന്ന വണ്ടിയിൽ ഒരു എക്സ്ട്രാ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഈ ഫ്രീ വീൽ ഹബ്ബാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഈ ഹബ്ബ് ലോക്ക് ചെയ്യാനുള്ളതും അൺലോക്ക് ചെയ്യാനുള്ളതും ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിടക്കും, ഇതാണെങ്കിൽ ലോക്ക് ആയി കിടക്കും. ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ആയിട്ടാണ് ഇത്, ലാംഡ. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ നോക്കി കാണിക്കാം. ഇതൊക്കെ നോർമൽ നമ്മൾ ആ സ്റ്റെപ്പോ അത് നമ്മൾ നമ്മുടെ ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻജിൻ വരുന്നത്. സാധാരണ വില്ലീസിൽ പെട്രോൾ എൻജിൻ കൂടുതലായിട്ടും വരാറുണ്ട്, പക്ഷെ ഇത് ഓൾറെഡി പണ്ട് തന്നെ നമ്മൾ ഡീസൽ എൻജിനിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഡീസലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. സാധാരണ ഇത് എന്താ പെട്രോൾ എൻജിനാണ് വരിക, കമ്പനി വരുന്നത് വന്നിട്ടുണ്ടായത് പെട്രോൾ വണ്ടിയാണ്. വില്ലീസ് വന്നിട്ട് പെട്രോൾ വണ്ടിയാണ്. ഇത് പിന്നെ ഡീസലോട്ട് നിയമപരമായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. നമുക്ക് അന്ന് എൻഡോസ് ചെയ്യാൻ പറ്റിയത്. ഫുൾ പണികൾ കഴിഞ്ഞിട്ടില്ല, റീസ്റ്റോറേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ നമുക്കൊരു ആഗ്രഹം കൊണ്ട് വില്ലീസ് ഒന്ന് കാണണം, ഓടിക്കണം, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് എടുത്തു തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാച്ച് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ബാക്കി പണികളും കൂടെ പെൻഡിങ് ഉണ്ട്. ഈ വണ്ടിയുടെ ഓഫ് റോഡ് കാപ്പബിലിറ്റി വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വലിയ കുന്നും മലയൊക്കെ ഈ വണ്ടിയുടെ സുഖമായിട്ട് കയറാൻ പറ്റും. ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ ഇതാണ് സംഭവം. ചെറിയ വീല് ബാക്കിൽ നിന്നൊക്കെ ബോഡിക്കൊക്കെ ചെരിഞ്ഞിട്ട് ഒരു വീല് പുറത്തേക്കും ഒന്നുള്ളിലേക്കും. ഇതിനെന്താ സംഗതി പറയാ? ആർട്ടിക്കുലേഷൻ അല്ലേ?
ആ ഒരു വീല് അങ്ങോട്ട് ചെരിഞ്ഞിട്ടാണല്ലോ അല്ലേ? അത് ഞാൻ നിങ്ങളാ ഓഫ് റോഡ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 3 അടി ഹൈറ്റുള്ള കല്ലുമ്പലല്ലേ കയറിക്കണ്? 2 അടി 3 അടി അല്ലേ? കുന്നും മലയും മാത്രമല്ല, ഏത് കാടും അതുപോലെ ഏതൊരു ടെറൈനിലേക്ക് കൂടിയും ഈ ഒരു വണ്ടി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ കാടും മലയൊക്കെ കയറിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.